ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിൽ ഹർത്താൽ നടത്തി കേരളവും പങ്കാളിയായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. നോട്ട് അസാധുവാക്കിയ കേന്ദ്ര നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധം. LDF ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം നൽകിയാണ് BJP സർക്കാർ ചെയ്തതെന്ന് UDF ചെയർമാൻ P. ശങ്കരൻ. UDF നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ. ഹർത്താൽ ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് തുണയായി ഫിഫ കല്ലായി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 13 കിലോമീറ്റർ സൗജന്യ സേവനം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും ശബരിമല വാഹനങ്ങളുമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താൽ ആനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. നോട്ട് അസാധുവാക്കി രാജ്യത്തെ അരാജകത്വത്തിലാഴ്ത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തിങ്കളാഴ്ച സംസ്ഥാനത്ത് നടന്ന ഹർത്താൽ പൂർണ്ണമായിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള സർവ്വസംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചതിലും പ്രതിഷേധിച്ചുകൂടിയാണ് ഹർത്താൽ ആചരിച്ചത്. ആശുപത്രി, പാൽപത്രം, വിവാഹം, ബാങ്ക് തുടങ്ങിയ അവശ്യ സേവന മേഖലകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ശബരിമല പരിസര പ്രദേശം, തീർത്ഥാടകരുടെ വാഹനം, വിദേശ ടൂറിസ്റ്റുകളുടെ വാഹനം, ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതായി നേരത്തെ LDF കൺവീനർ അറിയിച്ചിരുന്നു. കോഴിക്കോട്ടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ വലിയങ്ങാടി, മിഠായിത്തെരുവ്, പാളയം, മാവൂരോട് എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹോട്ടലുകളും തുറന്നു പ്രവർത്തിച്ചില്ല. ചുരുക്കം ചില തട്ടുകടകൾ മാത്രമാണ് നഗരത്തിൽ പ്രവർത്തിച്ചത്. വാഹന ഗതാഗതത്തെ ഹർത്താൽ ബാധിച്ചിരുന്നില്ല. എന്നാൽ ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും അത്യാവശ്യ 4 ചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താലിന്റെ ഭാഗമായി നഗരത്തിൽ പ്രകടനവും നടന്നു. മുതലക്കുളം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഡ്സൺ കോർണറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിച്ച നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റുതിരുത്തുന്നതിന് കേന്ദ്രം തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ന്യായമായ കാരണങ്ങളാൽ ഇതുപോലുള്ള നടപടികൾ സാമ്പത്തിക രംഗത്ത് സ്വീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അക്കാലങ്ങളിലെല്ലാം മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമയപരിധി നിശ്ചയിച്ച് ആ സമയപരിധിക്കകത്ത് നോട്ടുകൾ മാറിയെടുക്കാനും പുതിയ നോട്ടുകൾ റിസർവ് ബാങ്ക് വഴി അച്ചടിച്ച് എത്തിക്കാനും ഒക്കെ സംവിധാനമുണ്ടായിരുന്നു. ഇത് യാതൊരു നടപടിയും മുന്നൊരുക്കവും സ്വീകരിച്ചില്ല. LDF നേതാക്കളായ CR സുനിൽ സിംഗ്, CP ഹമീദ്, PK നാസർ, PT ആസാദ്, CP മുസാഫിർ അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നോട്ട് പിൻവലിച്ചതിലൂടെ ജനങ്ങളെ ദ്രോഹിച്ച പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വീണ്ടും പൌരന്മാരെ പരിഹസിക്കുകയാണെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി. ദേശീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ദേശീയവ്യാപകമായി നടത്തിയ ആക്രോശ് ദിവസിന്റെ ഭാഗമായി SDPI നടത്തിയ കേരള ഹർത്താൽ ഐക്യദാർഢ്യ റാലിയിൽ മോഡി സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ ദുരിതത്തിനെതിരെ ജനരോഷമിരമ്പി. കോഴിക്കോട് സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി കിഡ്സൺ കോർണറിൽ സമാപിച്ചു. നോട്ട് പിൻവലിച്ചതിലൂടെ ജനങ്ങളെ ദ്രോഹിച്ച പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വീണ്ടും പൌരന്മാരെ
പരിഹസിക്കുകയാണെന്ന് SDP സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. ദേശവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കറൻസി രഹിത ഇന്ത്യ എന്ന മോദിയുടെ ലക്ഷ്യം യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതല്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ചില കുത്തകകളുടെ നിയന്ത്രണത്തിലാക്കുവാൻ ഇത് ഇടയാക്കും. നരേന്ദ്രമോദി നടത്തിയ അഴിമതിയുടെ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമഗ്ര അന്വേഷണത്തിന് വിധേയമാക്കണം. കേരളത്തിലെ സഹകരണ സംവിധാനം തകർക്കാനുള്ള ഗൂഢനീക്കം അവസാനിപ്പിക്കണം. ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ കൈവശമുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ടുകളെല്ലാം അസാധുവാവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വളരെ രഹസ്യമായി എടുത്തൊരു നിലപാട് എന്ന നിലയിൽ സാധാരണ ജനങ്ങളെ സഹായിക്കാനുള്ള യാതൊരു മുൻകൂട്ടിയുള്ള ആസൂത്രണവും ഇല്ലാതെയാണ് അദ്ദേഹം അത് SDP ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മരി അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് MA സലീം, ജില്ലാ മണ്ഡലം നേതാക്കളായ VA മജീദ്, C കുഞ്ഞാലി, PC റഷീദ്, ഷാനവാസ് മാത്തോട്ടം, PV അൻവർ, അബ്ദുൾ ഖയ്യൂം, ഗഫൂർ NP, TP മുഹമ്മദ്, PP നൌഷിർ, സക്കീർ അൻവനാട്, യൂസഫ് പാലാഴി എന്നിവർ നേതൃത്വം നൽകി. പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം നൽകുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ. നോട്ട് പിൻവലിക്കാൻ സംബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നടന്ന ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കറൻസി നോട്ട് പിൻവലിക്കൽ സഹകരണ മേഖലയിലടക്കം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് UDF MLA-മാർ രാജ്ഭവൻ മാർച്ചും പിക്കറ്റിംഗും സംഘടിപ്പിച്ചു. ദേശീയ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി DCC-കളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ജനകീയ കൂട്ടായ്മകളും സംഘടിപ്പിച്ചു. കോഴിക്കോട് കിഡ്സ് കോർണറിൽ നടന്ന ജനകീയ കൂട്ടായ്മ UDF ചെയർമാൻ P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം നൽകുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്ന് P ശങ്കരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കള്ളനോട്ടുകളും കള്ളപ്പണവും ഒക്കെ ഇല്ലാതാക്കുകയാണ് തന്റെ ശ്രമമെന്നാണ്. എന്നാൽ മോഡിയുടെ പാർട്ടി BJP-യുടെ മഹാരാഷ്ട്ര സഹകരണ വകുപ്പ് മന്ത്രി ജനാർദ്ദനൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ കമ്പനി വക വാഹനത്തിൽ നിന്ന് 92 ലക്ഷം രൂപ പിടിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പത്രത്താര മനസ്സിലാക്കി കഴിഞ്ഞു ആ 92 ലക്ഷം രൂപയും സാധുതയുള്ളതാക്കി മാറ്റി. DCC പ്രസിഡന്റ് KC അബു, I മൂസ, ദിനേശ് പെരുമണ്ണ, M രാജൻ, PT ജനാർദ്ദനൻ, ജഗന്മയൻ ചന്ദ്രപുരി, PM നിയാസ്, UV ദിനേശ് മണി എന്നിവർ സംസാരിച്ചു. ഹർത്താൽ ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ എത്തിക്കാൻ ഫിഫ കലായി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് പ്രവർത്തകർ രംഗത്തെത്തി. ജില്ലയിലെ 13 കിലോമീറ്ററിനുള്ളിൽ 2 വീലർ വാഹനങ്ങളിൽ സൗജന്യ സേവനം നടത്തുകയായിരുന്നു അവർ. നോട്ട് അസാധുവാക്കിയ കേന്ദ്ര നടപടിക്കെതിരെ LDF നടത്തിയ ഹർത്താൽ ദിനത്തിൽ യാത്രക്കാർക്ക് താൽക്കാലികാശ്വാസമായി ഫിഫ കല്ലായി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് പ്രവർത്തകർ രംഗത്തെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ ജില്ലയിൽ 13 കിലോമീറ്ററിനുള്ളിൽ 2 വീലർ വാഹനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സൗജന്യ സേവനം കഴിഞ്ഞ 3 വർഷക്കാലമായി തുടരുകയാണ് കല്ലായിലെ ഒരു പറ്റം യുവാക്കൾ. എല്ലാ ഹർത്താൽ ദിനത്തിലും യാത്രക്കാരുടെ ദുരിതം കുറയ്ക്കുന്നതിനായി നഗരങ്ങളിൽ സേവനം നടത്താൻ ഇവർ മറക്കാറില്ല. 20ഓളം 2 വീലർ വാഹനങ്ങളിലായാണ് നഗരങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഇവർ യാത്രക്കാരെ എത്തിക്കുന്നത്. ഫിഫ സെക്രട്ടറി സലീമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആൾക്കാർ കഴിഞ്ഞ 2 ഹർത്താലിനും ഉള്ള യാത്രക്കാർ ഈ തവണ ഇല്ല. കഴിഞ്ഞ യാത്രക്കാരാണെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് നിന്നിട്ടില്ല. ഇപ്പോൾ 10-24 വണ്ടി ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. 10-13 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞങ്ങളിപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഹർത്താലിനും റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. 25 വണ്ടി രാവിലെ 7 മണി മുതൽ ഉച്ച 1 മണി വരെ സർവീസ് ഉണ്ട്. 3 വർഷമായി. പിന്നെ ഇത് മാത്രമല്ല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പോലീസ് വാഹനങ്ങളുമായി പോലീസുകാരും റെയിൽവേ സ്റ്റേഷനിൽ സേവനം നടത്തി. KSRTC ബസ് സ്റ്റാൻഡിലേക്കും മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കും പോവേണ്ട യാത്രക്കാരെ പോലീസ് ബസ്സിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇനി വാർത്തകളിൽ ഒരു ഇടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും
പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബിക്കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയെന്ന് തുറന്നു പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ. വിശ്വദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയെന്ന് തുറന്നു പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ അഭിപ്രായപ്പെട്ടു. വിശ്വദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരും വേണ്ട, താൻ ഒറ്റയ്ക്ക് മതിയെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നടപടി ഗുണം ചെയ്യില്ലെന്നും രാജ്യത്ത് അഭിപ്രായത്തെക്കാൾ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഭൂരിപക്ഷം ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാവുന്നത് ഈ ലൂസ് മണി കയ്യിലുള്ളത് കൊണ്ടാണ്. അതായത് ജോലിയെടുക്കാതെ, ബുദ്ധിമുട്ടാതെ, കഷ്ടപ്പെടാതെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും സമ്പാദിച്ച കാശ് അറിയാതെ കയ്യിൽ കിട്ടുമ്പോഴാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികം ചെയ്യുന്നത്. ജഗന്മയൻ ചന്ദ്രപുരി അധ്യക്ഷം വഹിച്ചു. പി എസ് ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ടി സജികുമാർ, ടി വി ബാലൻ, ഡോക്ടർ കെ ഷീല, കെ സി അബു, ഒ സ്നേഹരാജ് എന്നിവർ സംസാരിച്ചു. പി മുണ്ടി, എ പി ഉഷാദേവി, സൌമിനി മോഹൻദാസ് എന്നിവർക്കായിരുന്നു പുരസ്കാരം സമ്മാനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു, ചെറിയാൻ തോട്ടുങ്കൽ, എൻ വേലായുധൻ, കെ എം രാധ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. ചരക്കു സേവന നികുതി നടപ്പാക്കുമ്പോൾ വിദേശ സ്വദേശ കമ്പനികളുടെ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ലാഭവിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പി വി ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചരക്കു സേവന നികുതി നടപ്പിലാക്കുമ്പോൾ വിദേശ സ്വദേശ കമ്പനികളുടെ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ലാഭവിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. 40-50 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ലാഭവിഹിതം പലരും കുറയ്ക്കുകയാണുണ്ടായത്. ഇത് കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്ന കമ്പനികളുമായി അടുത്ത സാമ്പത്തിക വർഷം മുതൽ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയാണ് തീരുമാനിച്ചു. നോട്ട് നിരോധനം വിതരണ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചതിനാൽ പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട വിൽപ്പന നികുതിയുടെ കാലാവധി ദീർഘിപ്പിക്കണമെന്നും ബാങ്കുകൾ വായ്പയ്ക്ക് പലിശ ഇളവ് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 4 ചക്ര വാഹനങ്ങൾക്ക് വേഗപൂട്ട് സ്ഥാപിക്കണമെന്ന നിയമം പിൻവലിക്കണമെന്ന ആവശ്യമുയർന്നു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഇന്ത്യയിലും വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്ന ഏത് ആളോട് ചോദിച്ചാലും ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ബുദ്ധിമുട്ടില്ല എന്ന് ആരും പറയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് വിട്ടിരിക്കുകയാണ്. എങ്ങനെ എത്രത്തോളം അത് നമ്മൾ ഉപകാരപ്രദമാവും എന്നുള്ളത് പറയാൻ ഇപ്പോഴും ആരും കഴിയുന്നില്ല. നല്ലതിനാണോ ചീത്തയിനാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രസിഡന്റ് ബാബു കുന്നോത്ത് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ, സെക്രട്ടറി കെ എം അനിൽകുമാർ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ കോളിക്കര, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് എ കെ മൻസൂർ, കെ ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി സന്തോഷ് സഹദേവൻ, ട്രഷറർ ടി പി ഷഹീദ്, കോർഡിനേറ്റർ ടി എൻ മൻമിത്ത്, ജോയിന്റ് സെക്രട്ടറി ഹാരിഷ് ജയരാജ്, കെ കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് കീഴിലെ 3 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം സ്ഥാനമേറ്റ 1ാം വാർഷികത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പ്രതിഭാ സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ 1 വർഷം എന്ന തലക്കെട്ടിൽ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് കീഴിൽ BJP ഭരണത്തിലിരിക്കുന്ന 3 ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നവംബർ 12 ആരംഭിച്ച പരിപാടികൾ ഡിസംബർ 13 വരെ തുടരും. ഇതിന്റെ ഭാഗമായി ബേപ്പൂരിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. BC റോഡ് എടത്തൊടി ഹാളിൽ നടന്ന പ്രതിഭാ പുരസ്കാരദാനം ചടങ്ങ് ചലച്ചിത്ര താരം നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു.
അംഗീകാരങ്ങൾ പലത് കിട്ടുമ്പോഴും ജന്മനാട്ടിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും ആദരവും ഇരട്ടി മധുരമാണെന്ന് നാരായണൻ നായർ പറഞ്ഞു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ശ്രീകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി ബേപ്പൂർ ഏരിയ പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷം വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷിബീഷ് എ വി, രഗീഷ് തറയിൽ, കൌൺസിലർമാരായ നെല്ലിക്കോട്ട് സതീഷ് കുമാർ, തോട്ടപ്പായി അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ ശരത് ചന്ദ്രൻ, വ്യവസായി അടിച്ചിക്കാട്ട് വേണുഗോപാൽ, ജ്യോതിഷ് രത്നം ടി കെ മുരളീധര പണിക്കർ, മാധ്യമപ്രവർത്തകൻ സജീഷ് കുമാർ തറയിൽ, കലാസംവിധായകൻ മുരളി ബേപ്പൂർ, ചലച്ചിത്ര സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ, നാടക പ്രവർത്തകൻ യു ടി സുരേഷ്, ലാലു പ്രദീപ്, സത്യൻ എടത്തൊടി, നരേന്ദ്രൻ കളത്തിങ്കിൽ, തങ്കമണി ഹരിദാസ് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. തപോവനം പാർക്കിന്റെ നവംബർ മാസ പരിപാടിയിൽ പ്രശസ്ത മ്യൂസിക് തെറാപ്പിസ്റ്റ് ഡോക്ടർ മെഹറൂബ് രാജിന്റെ നേതൃത്വത്തിൽ ഗാനസന്ധ്യ അരങ്ങേറി. തപോവനം ആംഫി തിയേറ്ററിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിറസദസ്സിനെ സാക്ഷിയാക്കിയാണ് പരിപാടി നടന്നത്. തപോവനം പാർക്കിന്റെ ആഭിമുഖ്യത്തിൽ ആംഫി തിയേറ്ററിലാണ് പ്രശസ്ത മ്യൂസിക് തെറാപ്പി വിദഗ്ധൻ ഡോക്ടർ മെഹറൂബ് രാജിന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് മെലഡീസ് മ്യൂസിക് ക്ലബ് അംഗങ്ങൾ ഗാനസന്ധ്യ അവതരിപ്പിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇവിടെ നടപ്പാക്കി ഇതൊരു മാതൃകാ തപോവനമാക്കി മാറ്റാൻ വേണ്ടി എന്തായാലും എന്റെ ഭാഗത്ത് കാര്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി കെ എസ് മേനോൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വിജയരാജ്, പ്രേംകുമാർ, ബൈജു, രാജേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോഴിക്കോട് ബാബുക്കയുടെ മനോഹരമായ ഇന്ദുലേഖതൻ പൊൻ കളിത്തോണിയിൽ എന്ന പഹാഡി രാഗത്തിലുള്ള ഗാനാലാപനത്തോടെ ആരംഭിച്ച സംഗീതമഴ യമൻ കല്യാണി, ദേശ്, ബിലാവൽ, ഭീം പ്ലാസ്, ശിവരഞ്ജിനി തുടങ്ങിയ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത പശ്ചാത്തലത്തിലുള്ള ശ്രുതിമധുരമായ മറ്റു ഗാനങ്ങളുടെ ഒഴുകിയിറങ്ങി ഗനഗംഭീരമായ ആഹിർ ഭൈരവിയിലെ ആദിയിൽ വചനമുണ്ടായി എന്ന ഗാനത്തിൽ അവസാനിച്ചപ്പോൾ കാണികൾ ആവേശപുളകിതരായി. യുവതലമുറയെ സംഘർഷ കലുഷിതമാക്കുന്ന ആസുര ശബ്ദങ്ങളുടെ കെട്ടുകാഴ്ചയില്ലാതെ സൌമ്യവും ശുദ്ധവുമായ ഉപകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വർണ്ണമഴയായി ഗാനസന്ധ്യ മാതൃകയായി. പ്രശ്നമുഖരിതവും അസ്വസ്ഥവുമായ മനുഷ്യമനസ്സുകളിൽ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും മാധുര്യം നിറച്ചുകൊണ്ട് സാഗരമേ ശാന്തമാകൂ എന്ന സന്ദേശം അലകളായി ഒഴുകിയെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇറ മോട്ടേഴ്സും ചെറുവാടിയിലെ അഡ്വഞ്ചർ ക്ലബ്ബും ചേർന്ന് ചെറുവാടി പഴംപറമ്പിൽ ഗ്രേറ്റ് മഡ് എസ്കേപ്പ് എന്ന അതിസാഹസിക വാഹന മോട്ടോർ മത്സരം നടത്തി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ 33 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ ദുർഘടപാതകളിൽ നടത്തിയ ഓഫ് റോഡ് ചാലഞ്ച് ആവേശക്കാഴ്ചയായി. ഇറ മോട്ടോഴ്സും ചെറുവാടിയിലെ അഡ്വഞ്ചർ ക്ലബ്ബും ചേർന്ന് ചെറുവാടി പഴംപറമ്പിലാണ് ഗ്രേറ്റ് മഡ് എസ്കേപ്പ് എന്ന അതിസാഹസിക വാഹന ഓട്ട മത്സരം നടത്തിയത്. ഒളിമ്പിക്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PM ഹംസ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാവിലെ 9 മണിയോടെ ആരംഭിച്ച മത്സരം വൈകിട്ട് 6 മണിയോടെയാണ് സമാപിച്ചത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഇറ മോട്ടോഴ്സ് മാനേജർ CP സക്കീർ ഹുസൈൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CK കാസിം, ഭാരത് പെട്രോളിയം ടെറിട്ടറി മാനേജർ ഉമേഷ് കുൽക്കർണി, ഇറ മോട്ടോഴ്സ് ചീഫ് ഡൈവേഴ്സിറ്റി ഓഫീസർ R സുബ്രഹ്മണ്യൻ, ചെറുവാടി അർബൻ ബാങ്ക് പ്രസിഡന്റ് മോയൻ കൊളക്കാടൻ, അഷ്റഫ് കൊളക്കാടൻ, KCK പെട്രോൾ പമ്പ് മാനേജർ അമീൻ പറയങ്ങാട്, ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് ഭാരവാഹികളായ C നിയാസ്, അൽത്താഫ് ചെറുവാടി, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, നിസാർ കൊളക്കാടൻ, CK സലീം എന്നിവർ പ്രസംഗിച്ചു. കേരള അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബിലെ പാലാ സ്വദേശി ചീരാൻകുഴി ജോസ് 1ാം സ്ഥാനവും കോതമംഗലത്തെ അതുൽ 2ാം സമ്മാനവും നേടി. ആലുവയിലെ മനു ജോയ് 3ാം സ്ഥാനം നേടി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 33 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചെറുവാടിയിലെ വൃക്കരോഗിയായ കോലോത്തുംതൊടി ബഷീറിന്റെ കുടുംബത്തിന് വീട് നിർമ്മാണത്തിനായാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ നിന്നുള്ള വരുമാനം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കും. മഹീന്ദ്രയുടെ വാഹനങ്ങൾ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്.
ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബി കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. സിഎസ്കോ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് അഭയം പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം പാരിസൺസ് ഗ്രൂപ്പ് ചെയർമാൻ NK മുഹമ്മദ് അലി നിർവഹിച്ചു. സിഎസ്കോ പ്രസിഡന്റ് PT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സിഎസ്കോ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് അഭയം പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം പാരിസൺസ് ഗ്രൂപ്പ് ചെയർമാൻ NK മുഹമ്മദ് അലി നിർവഹിച്ചു. സിവിൽ കോഡും മുത്തലാഖും പ്രശ്നവും നമ്മൾ വല്ലാണ്ട് വരയ്ക്കുമ്പോൾ ഹുസൈൻ മടത്ത് സാഹിബും EP അബ്ദുള്ള കോയ മദീനിയുമുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അതിനത്തോളം കാരണം സമൂഹം എപ്പോഴും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളും ബാർഗൈനിങ്ങും ഉണ്ടാവുമെന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. സിഎസ്കോ പ്രസിഡന്റ് PT മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് മുഖ്യകാസി KV ഇമ്പിച്ചാമത്, ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. 60 നിർധനരായ ആളുകൾക്ക് വീട് പണിതു നൽകുന്ന പദ്ധതിയാണ് അഭയം. K നൌഷാദ് അലി, CBV സിദ്ദിഖ്, CVE അബ്ദുൽ ഗഫൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം നടന്നു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായി. അന്തരിച്ച വിപ്ലവ നായകനും ക്യൂബൻ മുൻ പ്രസിഡന്റുമായ ഫിദൽ കാസ്ട്രോയ്ക്ക് കോഴിക്കോട് നഗരത്തിന്റെ ആദരാഞ്ജലി. പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ശ്രീ ഫിഡൽ കാസ്ട്രോയുടെ ദേഹവിയോഗത്തിൽ നമ്മുടെ നഗരത്തിന്റെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്കും മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനും ക്യൂബയ്ക്ക് കഴിഞ്ഞത് അത്ഭുതത്തോടെയാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കണ്ടത്. അംഗവൈകല്യം സംഭവിച്ചവർക്ക് പോലും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകാൻ ക്യൂബ തയ്യാറായി. ഇതോടൊപ്പം ആരോഗ്യരംഗത്തും വൻ മുന്നേറ്റമാണ് ക്യൂബ നടത്തിയത്. ആവശ്യത്തിന് മരുന്നും ആരോഗ്യ സേവനവും ഉറപ്പുവരുത്താൻ ക്യൂബയ്ക്ക് കഴിഞ്ഞു. KC അബു, TV ബാലൻ, PT ആസാദ്, CP ഹമീദ്, P ലക്ഷ്മണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് PGN ഫ്ലയേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാവ് പറത്തൽ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എല്ലാ പ്രാവ് പറത്തൽക്കാരെയും പങ്കെടുപ്പിച്ച് ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ് കാലിക്കറ്റ് PGN ഫ്ലയേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ 31 വർഷമായി എല്ലാ മെമ്പർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതല പ്രാവ് പറത്തൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. വർഷാവർഷം നടത്തുന്ന ഏരിയ അടക്കം 8ഓളം മത്സരങ്ങളിൽ 4 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് അവാർഡുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് സമ്മാനമായി നൽകി വരാറുണ്ട്. ഈ വർഷം മലബാർ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഡോക്ടർ ഉമ്മൻ മെമ്മോറിയൽ ടൂർണമെന്റ് 15 മണിക്കൂറായിരുന്നു സമയം നിശ്ചയിച്ചത്. പ്രാവ് പറത്തൽ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ നടന്ത ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്തു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരുപക്ഷെ സ്വന്തം കുട്ടികളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയുന്നവരാണ്. അത്രയും അവരുടെ ഒരു ജീവിതാഭോസനെ ഏറ്റെന്നതിനെ കണ്ടുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും സാധാരണ നിലയിൽ നിലനിൽക്കുമ്പോഴാണ്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെയർമാൻ EV ഉസ്മാൻ ഖയ, സെക്രട്ടറി VTA നാസർ, K മുഹമ്മദ് ഷുഹൈബ്, CP ഹനീഫ, CK അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഇന്ത്യൻ സർക്കസ് ലോകത്ത് വേറിട്ട തരംഗം സൃഷ്ടിച്ച ഗ്രാൻഡ് സർക്കസ് കോഴിക്കോട് നഗരത്തിൽ വീണ്ടും എത്തി. ആഫ്രിക്കയിലെയും റഷ്യയിലെയും പ്രശസ്ത കലാകാരന്മാരെ അണിനിരത്തി മറൈൻ ഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. സർക്കസ് പരമ്പര തനത് ശൈലി നിലനിർത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യകൾ കൂട്ടിയിണക്കി നിറപ്പകിട്ടാർന്ന കലാരൂപം കാഴ്ചവെക്കാനായി ഗ്രാൻഡ് സർക്കസ് കോഴിക്കോടുമെത്തി. സർക്കസ് കലയിൽ വേറിട്ട തരംഗം നൽകിക്കൊണ്ട് ഗ്രാൻഡ് സർക്കസ് ഇത്തവണ കോഴിക്കോട് പട്ടണത്തിന്റെ കടലെടുത്തുള്ള മറൈൻ ഗ്രൗണ്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. പാശ്ചാത്യ സംഗീതവും LED ലേസർ ലൈറ്റിന്റെ മാസ്മരികതയിൽ പ്രകാശധാരയിൽ ആധുനിക സർക്കസ് കലയും ഒത്തുചേർന്ന് ആഫ്രിക്കൻ കലാകാരന്മാരും മണിപ്പൂരി കലാകാരന്മാരും ഒത്തുചേർന്ന ഉജ്ജ്വല നയനമനോഹരമായ കലാസൃഷ്ടിയാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. 150-ൽ പരം അംഗങ്ങളുടെ ഈ കൂട്ടായ്മയിൽ റഷ്യൻ കലാകാരന്മാരിൽ നിന്നും പരിശീലനം ലഭിച്ച ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും നേപ്പാളി, ആസാം, ആയോധന കലകളുടെ ഈറ്റില്ലമായ മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഒത്തുചേർന്ന് 2 മണിക്കൂർ നേരം പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയത്തിനുള്ളിൽ 30 ഇനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഇത്തവണത്തെ ഗ്രാൻഡ് സർക്കസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ മീര ദർശക്, കോർപ്പറേഷൻ സെക്രട്ടറി TP സതീശൻ, പ്രതിപക്ഷ നേതാവ് PM സുരേഷ് ബാബു, വാർഡ് കൌൺസിലർ ജയശ്രീ കീർത്തി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫ്ലൈയിംഗ് ട്രിപ്പീസ്, റഷ്യൻ ടവർ ബാസ്കറ്റ്ബോൾ, ചൈനീസ് നവാർ ബാലൻസ്, ടൈറ്റാനിക് ഏരിയൽ റോപ്പ്, റഷ്യൻ സാരി ബാലൻസ്, അറേബ്യൻ കാഡിൽ ബോൺലെസ്, പിരമിഡ് അക്രോബാറ്റിക്സ്, മംഗോളിയൻ ഫയർ ഡാൻസ്, മോട്ടോർ ബൈക്ക് ജമ്പിംഗ് തുടങ്ങിയ കലാകായിക പ്രകടനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 100, 150, 200 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. രാവിലെ 9 മണി മുതൽ 6 മണി വരെ 200 രൂപയുടെ ടിക്കറ്റുകൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9446868705 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഗ്രാൻഡ് സർക്കസ് മെറൈൻ ഗ്രൗണ്ട് കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോട്ട് അസാധുവാക്കിയ കേന്ദ്ര നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധം. LDF ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം നൽകിയാണ് BJP സർക്കാർ ചെയ്തതെന്ന് UDF ചെയർമാൻ P. ശങ്കരൻ. UDF നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ. ഹർത്താൽ ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് തുണയായി ഫിഫ കല്ലായി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 13 കിലോമീറ്റർ സൗജന്യ സേവനം. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.